ഈ കുഞ്ഞിന്റെ മരണത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് നാട്ടുകാർ തന്നെ ഉയർത്തുന്നത്. കുഞ്ഞിനെ മർദ്ദിക്കുന്ന ശബ്ദവും കുഞ്ഞ് കരയുന്നുമൊക്കെ അയൽവാസികൾ കേട്ടിട്ടുമുണ്ട്. വീടിന് പിന്നിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കുഞ്ഞിന്റെ വസ്ത്രങ്ങളും ഒരു കത്തും ലഭിക്കുകയും ചെയ്തു തെളിവെടുപ്പിനിടെ. തീർച്ചയായും ഉണ്ട്. കാരണം അത് തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു സംഭവം അവിടെ നടന്നിട്ടുള്ളത്. കാരണം കുഞ്ഞിൻ്റെ ഡ്രസ്സുണ്ട്, ഈ ഒരു ലെറ്ററിൻ്റെ കത്തിയ ലെറ്ററിൻ്റെ ഭാഗമുണ്ട്. പിന്നെ അതിന് മുന്നേ തന്നെ ഫോറൻസിക്കാർ വരുന്നതിന് മുന്നേ തന്നെ ഈ വീട് എല്ലാം കഴുകി വൃത്തിയാക്കി തെളിവ് നശിപ്പിക്കൽ നടന്നിട്ടുണ്ട്. അത് ഉറപ്പാണ്. ഈ തട്ടിൻപുറത്ത് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തൊട്ട് അയൽവാസികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഇതിൻ്റെ തട്ടിൻ്റെ മണ്ടയിൽ അറിയാൻ പറ്റും ഈ എങ്ങനെ ആ കുഞ്ഞിറങ്ങാൻ പറ്റും. 1.5 വയസ്സുള്ളൊരു കുട്ടി ആ കുഞ്ഞിനെ എടുത്താക്കി കഴിഞ്ഞ് ഇത് ഓടി താഴെ വീണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു കഥ മെനഞ്ഞെടുത്ത് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് വരുത്തി തീർക്കാം. അപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് ഇപ്പം കൊന്നുകളഞ്ഞു. അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ കൊച്ച് ഇങ്ങനെ മാമ അപ്പന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പം നല്ല ആരോഗ്യമുള്ള കൊച്ചായിരുന്നു ഇവിടെ നിൽക്കുന്നത്. എനിക്ക് സെയിം പ്രായമുള്ളൊരു മോനുണ്ട്. അപ്പോൾ എനിക്ക് ആ കൊച്ചിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ കൊച്ചെന്നുള്ള ഫീലിംഗ് എനിക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ഷോക്കായിരുന്നു. ഈ പ്രതികളെന്ന് വെച്ചാൽ ആരാണ് ചെയ്യുന്നത് നമുക്ക് വ്യക്തമല്ല. പക്ഷേ എങ്കിലും ഒരു കാര്യം വെച്ചാൽ ഇവിടെ താമസിക്കുന്നവർ നമ്മളവിടെ നിൽക്കുമ്പോഴും നമ്മളൊന്ന് മുഖത്ത് നോക്കി ചിരിച്ചാൽ അവർ തിരിച്ചിരിക്കാറില്ല. നമ്മളായിട്ട് അധികം മിങ്കിൾ ചെയ്യാത്തൊരു സ്വഭാവക്കാരാണ് അവർ. ഇവിടെ 2 സ്ത്രീകൾ ആണ് കാണുന്നത്, പിന്നെ 2 പുരുഷന്മാരുണ്ടായിരുന്നു. സംശയിക്കാനുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഈ പലപ്പോഴും കൊച്ചിനെ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൊച്ചു കരയുന്നതൊക്കെ കേട്ടുണ്ടായി. പക്ഷെ നമ്മൾ കൊച്ച് കണ്ടിന്യൂസ് ആയിട്ട് കരയുന്ന കണ്ടിട്ടില്ല. അടച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പരാതിപ്പെടാനുള്ളൊരു അവസ്ഥയോ അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ.